വെൽക്കം ടു മിൻറ്റ് ദ റൈറ്റ് ഗൈഡൻസ്. അപ്പം നമ്മൾ നേരത്തെ കണ്ടായിരുന്നു അല്ലേ, കേരള PSC നമ്മുടെ എക്സാംസിനുള്ള ഏജ് 36 മാറ്റി 40ലേക്ക് മാക്സിമം എന്നുള്ളത് കൊണ്ടുപോയായിരുന്നു. അപ്പോൾ 36 ശേഷം 40-ഇടയ്ക്കുള്ള ആൾക്കാർക്കും കൂടെ ഇപ്പോൾ PSC പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ആ ഏജ് റിലാക്സേഷൻ കൊണ്ടുപോകാനായിരുന്നു അല്ലേ. ഇപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ യൂണിഫോംഡ് ആയിട്ടുള്ള പോസ്റ്റുകൾക്കും അധ്യാപക തസ്തികകൾക്കും കൂടെ ഏജ് റിലാക്സേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. യൂണിഫോംഡ് പോസ്റ്റിൽ മാക്സിമം 26 വയസ്സായിരുന്നു പറ്റുക. 26 വയസ്സുള്ള ആൾക്കാർക്കായിരുന്നു മാക്സിമം അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇത് മാറ്റിയിട്ട് 30 വയസ്സാക്കി. അധ്യാപക തസ്തികകളിലോ നേരത്തെ ഉണ്ടായിരുന്നത് മാക്സിമം 40 വയസ്സായിരുന്നു അല്ലേ. 40 വയസ്സ് മാറ്റിയിട്ട് ഇപ്പോൾ 44 വയസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചായിരിക്കും നമ്മൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്നായിരിക്കും ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, അതേപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പ്രായപരിധി വർധനം ഫെബ്രുവരി 27 മുതലാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഫെബ്രുവരി 27-നാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഫെബ്രുവരി 27 മുതൽ വന്നിരിക്കുന്നതിനാണ് ഈ പ്രായപരിധി കൂട്ടിയിരിക്കുന്നത്. അതായത് 26 മുതൽ 30 വയസ്സ് വരെയും, അതേപോലെ അധ്യാപകർക്ക് 40 മുതൽ 44 വയസ്സ് വരെയും ഒക്കെ കൂട്ടിയിരിക്കുന്നത് 27 മുതലായിരിക്കും അപ്ലൈ ചെയ്ത് തുടങ്ങുക. നേരത്തെ ഉണ്ടായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ കേരള PSC ഓൾറെഡി ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയായിരുന്നു. ബാക്കി എല്ലാ എക്സാംസിനും 36 എന്നുള്ള ലിമിറ്റ് എത്രയാക്കി, 40 ആക്കി മാറ്റിയായിരുന്നു അല്ലേ. അപ്പോൾ 36 വയസ്സിന് ശേഷമുള്ള ആൾക്കാർക്കും 40 വയസ്സിന് മുമ്പുള്ള ആൾക്കാർക്ക് എഴുതാൻ പറ്റും. അപ്പോൾ കുറേയും കൂടെ നേരത്തെ ഇനി എഴുതാൻ പറ്റില്ല എന്ന് വിചാരിച്ച ആൾക്കാർക്കും കൂടെ ഇനി PSCക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് ഇത് പറയുന്നത്. പക്ഷേ ഫോഴ്സ് പരീക്ഷകൾക്ക് അപ്പോഴും 18 to 26 ആയിരുന്നു മാക്സിമം ലിമിറ്റ് എന്ന്. അതായത് 26 വയസ്സിന് ശേഷം എഴുതാൻ പറ്റില്ല എന്നായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇതൊക്കെ മാറിയത് ഫെബ്രുവരി 27-നാണ്. ഫെബ്രുവരി 27-ന് പറഞ്ഞു, എന്താണ് പറഞ്ഞത്, ഇനി 26 അല്ല മാക്സിമം ലിമിറ്റ്, എന്താണ് 30 ആയിരിക്കും മാക്സിമം ലിമിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫെബ്രുവരി 27-നാണ് ഇത് വന്നിരിക്കുന്നത്. 26 അല്ല 30 ആയിരിക്കും ഇനി മാക്സിമം ലിമിറ്റ് എന്നുള്ളത്. അതേപോലെ തന്നെ ഫെബ്രുവരി 28-ന് വന്ന നോട്ടിഫിക്കേഷനിൽ ഇതേ ഏജ് ലിമിറ്റ് തന്നെയാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 26 അല്ല മാക്സിമം ഏജ് ലിമിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഫെബ്രുവരി 28-ന് വന്ന നോട്ടിഫിക്കേഷൻ അതിനും 30 തന്നെയായിരിക്കും മാക്സിമം ഏജ് ലിമിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും കാലം ഉണ്ടായിരുന്നത് 18 മുതൽ 26 ഉള്ളത് ഇനി 30 ആയിരിക്കും. അത് ഫെബ്രുവരി 27-നാണ് വന്നത്. അതേപോലെ തന്നെ ഫെബ്രുവരി 28-ന് വന്ന നോട്ടിഫിക്കേഷനും ഈ പുതിയ ഏജ് ലിമിറ്റ്, അതായത് 30 എന്നുള്ളത് തന്നെയായിരിക്കും അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇത് എന്തിനൊക്കെയായിരുന്നു നമുക്ക് കാണാൻ പറ്റും. ഫോർ യൂണിഫോം സർവീസസിന് ഇത്രയും കാലം എന്തായിരുന്നു ഏജ് ലിമിറ്റ്, 18 മുതൽ 26 വയസ്സ് വരെയായിരുന്നു മാക്സിമം അപ്ലൈ ചെയ്യാൻ പറ്റിയിരുന്നത്. അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് പെടുക, പോലീസ് കോൺസ്റ്റബിൾ പെടും, ഫീമെയിൽ കോൺസ്റ്റബിൾ പെടും, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഓഫീസേഴ്സ് മെയിലും ഫീമെയിലും ഒക്കെ പെടും. അതേപോലെ IRBയുടെ റിക്രൂട്ട്മെൻറ്റും ഒക്കെ 18 to 26 ആയിരുന്നു മാക്സിമം ഏജ് ലിമിറ്റായിട്ട് വന്നിരുന്നത്. ഇപ്പോൾ 4 ഇയർ ഏജ് റിലാക്സേഷനാണ് വരുന്നത്. അപ്പോൾ 18 to 26 ആയിരുന്നത് ഇപ്പോൾ 18 to 30 ആയി. എന്തിനാ, ജനറൽ കാറ്റഗറിക്കാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാറ്റഗറി ആയിട്ട് ഇട്ടിട്ടുണ്ട് അല്ലേ. ജനറൽ കാറ്റഗറിക്ക് 18 to 30 ആയി മാറി, 26 ആയിരുന്നു 30 ആയിട്ട് മാറി. ഇതൊക്കെ പുതിയ ഏജ് ലിമിറ്റാണ് പറയുന്നത്. ഇനി OBCക്ക് 18 to 33 ആയിരിക്കും. അപ്പോൾ SC STക്കോ 18 to 35 ആയിരിക്കും. അപ്പോൾ അത്രയും കാലം അത്രയും എക്സ്ട്രാ റിലാക്സേഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 18 to 30 ആണ് ജനറൽ കാറ്റഗറിക്ക്, OBCക്ക് 18 to 33 വരെ അപ്ലൈ ചെയ്യാം, SC STക്ക് 18 to 35 വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി വരുന്ന നോട്ടിഫിക്കേഷൻസിലേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത്ര ഏജ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ 4 കൊല്ലത്തെ ഏജ് റിലാക്സേഷനാണ് ഓരോ കാറ്റഗറിക്കും കൊടുത്തിരിക്കുന്നത്. ഇതല്ലാണ്ട് സിവിൽ എക്സൈസ് ഓഫീസറിനും വുമൻ സിവിൽ എക്സൈസ് ഓഫീസറിനും 31 ആയിരുന്നു ഉണ്ടായിരുന്ന പ്രായം. അപ്പോൾ അവർക്ക് ഉണ്ടായിരുന്നത് 31 ആയിരുന്നു മാക്സിമം. ഇപ്പം എന്തായി, 35 ആക്കി മാറ്റി. അപ്പോൾ അവിടെ 4 കൊല്ലത്തെ ഏജ് റിലാക്സേഷൻ കൊണ്ടുവന്നിരിക്കുകയാണ്. 31 ആയിരുന്നു മാക്സിമം സിവിൽ എക്സൈസ് ഓഫീസർ എന്നുള്ളത്, ഇപ്പം അത് 35 ആക്കി മാറ്റിയിരിക്കുന്നു. OBCക്ക് അത് 38 ആവും ലിമിറ്റ്, SC STക്കോ അത് 40 ആവും ലിമിറ്റ്. ജനറൽ കാറ്റഗറിയുടെ പുതിയ ലിമിറ്റ് എന്താണ്, 35. OBCയുടെ പുതിയ ലിമിറ്റ് എന്താണ്, 38. SC STയുടെ പുതിയ ലിമിറ്റ് എന്താണ്, 40 ആണ്. അതേപോലെ BFO അതായത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന് നേരത്തെ 30 ആയിരുന്നു മാക്സിമം ഏജ് ലിമിറ്റ്. 30 ആയിരുന്നു മാക്സിമം ഏജ് ലിമിറ്റ്. ഇപ്പം എത്രയായി, 34 ആയി. OBCക്കോ 37 ആയി.
SC/ST 39 ആയി. അപ്പോൾ ബീച്ച് ഫോറസ്റ്റ് ഓഫീസറിന് ജനറൽ കാറ്റഗറി ആണെങ്കിൽ 34 മാക്സിമം, OBC ആണെങ്കിൽ 37 മാക്സിമം, അതേപോലെ SC/ST ആണെങ്കിൽ 39 മാക്സിമം ആയിട്ട് ഏജ് ലിമിറ്റ് വരുന്നത്. പിന്നെ അധ്യാപിക തസ്തികകൾ എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ LP/ST, UP/ST, HST എന്ന് പറഞ്ഞാൽ അധ്യാപിക ജോലികൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഏജ് ലിമിറ്റ് മാറ്റിയിട്ട് ഇറ്റ് വാസ് 18 to 40 ആയിരുന്നു. ഇപ്പം എന്താണ് ന്യൂ ആയിട്ട് വന്നിരിക്കുന്നത്? 18 to 44 ആണ്. 18 to 44 ആണ് ഇപ്പം വന്നിരിക്കുന്ന പുതിയ ഏജ് ലിമിറ്റ്. അപ്പോൾ 40 ആയിരുന്നത് എന്തായി മാറി? നേരെ 4 കൂടുമ്പോൾ 44 മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ പോസ്റ്റുകളും നമ്മൾ കാണുകയാണ് 4 കൊല്ലത്തെ ഈ ഒരു റിലാക്സേഷൻ ആണ്, ഏജ് റിലാക്സേഷൻ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? നമ്മൾ ആ എക്സ്ട്രാ കിട്ടിയിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുക. എന്നിട്ട് അത് നമ്മൾ മാക്സിമം, കുറേ ആൾക്കാർക്ക് എഴുതാൻ പറ്റാത്തതിൻ്റെ വിഷമം ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ഇത്രയും കാലം വന്നു, പ്രായം കഴിഞ്ഞു പോയി എന്നുള്ളൊരു വിഷമമുള്ള ആൾക്കാർക്ക് വീണ്ടും തുടങ്ങാൻ പറ്റുന്നതായിട്ടൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾക്ക് ഇതിനെ കാണാൻ പറ്റണം അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മൾ ഉള്ള ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമ്മൾ ഇങ്ങനൊരു ഇങ്ങനൊരു സാഹചര്യം PSC ഇപ്പോൾ ഒരുക്കി തന്നിട്ടുണ്ടല്ലോ, നമുക്ക് എക്സ്ട്രാ സമയം തന്നിട്ടുണ്ട്, എക്സ്ട്രാ റിലാക്സേഷൻ തന്നിട്ടുണ്ട്. ബാക്കി PSC പരീക്ഷകൾക്ക് മാത്രമല്ല, ഇപ്പോൾ യൂണിഫോംഡ് പരീക്ഷകൾക്കും റിലാക്സേഷൻ ഉണ്ട്, അധ്യാപിക തസ്തികകൾക്കും റിലാക്സേഷൻ ഉണ്ട്. അപ്പം നമ്മൾ ആ മാക്സിമം ഏജ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 4 കൊല്ലത്തിൻ്റെ ഏജ് റിലാക്സേഷൻ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അകത്ത് തന്നെ നമ്മൾ മാക്സിമം ഫോക്കസ് ചെയ്ത് പഠിക്കുക. നമുക്ക് മാക്സിമം നല്ലോണം തന്നെ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു സെക്കൻഡ് ചാൻസ് പോലെ അതിനെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ മാക്സിമം ഫോക്കസ് ചെയ്തിട്ട് തന്നെ ഇതിൻ്റെ അപ്രോച്ച് ചെയ്താൽ നമുക്ക് നല്ലോണം തന്നെ റാങ്ക് ലഭിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ മിൻറ്റിൻ്റെ ലോങ് ടേം ബാച്ചസ് ഉണ്ട്, LDCയും LGSൻ്റെയും ലോങ് ടേം ബാച്ചസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് 500 മണിക്കൂർ വരെ ക്ലാസ്സസും ഉണ്ട്, ലൈവ് ക്ലാസ്സും ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ്സും ഒക്കെ ഉണ്ട്. 2nd മാർച്ചിനും 5th മാർച്ചിനും ഓൾറെഡി തുടങ്ങിയിരിക്കുന്ന ബാച്ചസ് ആണ്. അപ്പോൾ നമുക്കിത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട്, മെൻറ്റർഷിപ്പ് ബേസ്ഡ് ആയിട്ട്, ഗൈഡഡ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ബാച്ചസ് ആണ്. ഇത് നമ്മൾക്ക് മിൻറ്റിൻ്റെ ആപ്പിൽ കയറിയാൽ ആക്സസ് ചെയ്യാൻ പറ്റും. ഈ ക്ലാസ് ആക്സസ് ചെയ്താൽ നമുക്ക് ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ട്, ഗൈഡഡ് ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റും. ഈ ഏജ് റിലാക്സേഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റ്സ് എടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ എങ്ങനെയാണ് ബെനിഫിറ്റ് എടുക്കാൻ പറ്റേണ്ടതെന്നാണ് നോക്കേണ്ടത്. അതേപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാലും നിങ്ങൾക്ക് ഈ കോഴ്സസ് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. മികച്ച പഠനം മിൻറ്റിനൊപ്പം. താങ്ക് യു സോ മച്ച്.